ഇപ്പോൾ ഈ പറഞ്ഞ ഡീസർ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുമ്പോൾ ആ സിഗരറ്റിൻ്റെ അറ്റത്തുള്ള കരിയുന്ന ശബ്ദം പോലും കേൾക്കുന്നുണ്ടെന്ന് അവിടെ മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട്. ക്ലിപ്പിൻ്റെ സൗണ്ട് ഞാൻ ജെഡിയായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ആ ക്ലിപ്പ് വാസ് ലൈക്ക് നോട്ട് ജസ്റ്റ് ദാറ്റ് ക്ലിപ്പ്. ആ ക്ലിപ്പിൽ നിന്ന് അങ്ങനത്തെ ഒരു സൗണ്ട് വരില്ല. സോ വി ഹാവ് ടു ലെയർ സൗണ്ട്സ് ടു ആ ക്ലിപ്പിൻ്റെ സൗണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും വേണം. എന്നാൽ എന്താ പറയുക, ഇത് വെച്ചിട്ട് അത് ഉണ്ടാക്കാനും പറ്റത്തില്ല. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ വി നീഡ് ടു ആഡ് ഫ്യൂ അതർ സൗണ്ട്സ് ടു സൗണ്ട് എക്സാക്ട്ലി ലൈക്ക്. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ജെ ഡി വർക്ക് ചെയ്തിട്ടാണ് ആ ക്ലിപ്പ് സൗണ്ട് ഉണ്ടാക്കിയത്. ജെ ഡി ഉണ്ടാക്കിയത് ക്ലിപ്പ് സൗണ്ട്. സീരിയലിൽ തന്നെ ഓരോ സീനിൽ ഒരു ആർട്ടിസ്റ്റ് മേളൊന്ന് വീഴുമ്പോൾ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഹൊറർ സൗണ്ട് മാത്രം മതി അത് ഫീൽ ചെയ്യാൻ. അതിനൊക്കെ അങ്ങനെ പർട്ടിക്കുലർ ബോൺ ക്രാക്കിംഗ് അതിപ്പം ജെ ഡി അത് ചെയ്തിരിക്കുന്ന സൗണ്ട് എഫക്ട്സ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ജെ ഡി അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ബോൺ ക്രാക്കിങ്ങും അടിച്ച് മറ്റേ സ്പ്ലാഷ് ചെയ്യുന്ന ശബ്ദവും. സോ ദിസ് ഓൾമോസ്റ്റ് ലൈക്ക് 20 or 30 layers ഇൻ ദാറ്റ്. അത്രയും എൻ്റെ അകത്ത് വർക്ക് പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾ അത് മാത്രമായിട്ടാണ് കേൾക്കുന്നത്. അതുകൂടെ ഉണ്ട്. ഇതേ സാധനം എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യം ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾ പടം കാണുമ്പോഴത്തേക്ക് ആലോചിക്കണം, ആംബിയൻസ് പോലും അവിടെ കട്ട് ചെയ്തു. ആ പോർഷനിൽ ഇപ്പം ഒരു ചീവീട് ആംബിയൻസ് ഇല്ലേ, ആ ചീവീട് പോലും ഇല്ല. ചീവീട് ഇപ്പം ഇനി നിങ്ങൾ OTT പടം വരുമ്പോൾ നിങ്ങൾ ഇനി പടം തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ആ ക്രാഷിൽ ചീവീട് സൗണ്ട് പോലും കട്ട് ചെയ്തിട്ട് ഈ ക്രാഷിൽ ആ സൗണ്ട് വീഴുന്നതും എന്നിട്ട് എനിക്ക് വരത്തില്ലേ, എനിക്ക് വരുന്ന ആ സ്ഥലത്ത് ആ ഡീറ്റെയിലിംഗ് വരുമ്പം ആ ഡീറ്റെയിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്തൊക്കെ എന്തോ വരുന്ന പോലെ തോന്നും. സോ അത്രയും എൻ്റെ അടുത്ത് വർക്ക് പോയിട്ടുണ്ട്. സാറിന് DSRയുടെ ഷോ ആണ്. സോ ഹൗ സാറ്റിസ്ഫൈങ് വാസ് ഇറ്റ്? ഇറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫൈങ് ആക്ച്വലി. ഞങ്ങൾ 3 പേര്, അത് ഇതിൻ്റെ DSRയുടെ സൗണ്ട് ഡിസൈനർ എന്ന് പറയുന്നത് ഞാനല്ല, JD ആണ്. JD, ഞാൻ, മ്യൂസിക് ഡയറക്ടർ, ഞങ്ങൾ 3 പേരാണല്ലോ സൗണ്ടിൻ്റെ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് സീറ്റ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു ഇരുന്നിട്ട്. അപ്പോൾ ഓരോ സീൻ കഴിയുമ്പോൾ ക്രിസ്റ്റോ സാർ ലെവൽ ഞാൻ എന്നെ വിളിച്ചിട്ട് സാർ ലെവൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മിക്സറും ഇല്ല മൗസും ഇല്ല ലെവല് കൂട്ടാൻ. ഞാൻ നിങ്ങളെ പോലെ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുക, നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഓടും, ഒന്ന് കൂട്ടുമോ. അപ്പോൾ തിയേറ്ററുകാർക്ക് ഒരു സ്ട്രിക്റ്റ് ഇതുണ്ട്, ലെവൽ കൂട്ടരുതെന്ന്. കാരണം പല സിനിമകളും പല വിധത്തിൽ വരുന്നുണ്ട്. ഇപ്പം ഭയങ്കര റോങ് ആയിട്ടുള്ള സൗണ്ടിങ്ങുള്ള പടങ്ങൾ വരുന്നു. പടങ്ങളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം ഏതൊക്കെ പടമാണെന്നുള്ളത്. അത് ആൾക്കാരുടെ ചെവി കൂടെ ചോര വന്ന സിനിമകളുണ്ട്. സീരിയസ്ലി കയറി ഇരുന്നിട്ട് ചോര വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് വെളിയിറങ്ങി വന്ന സിനിമകൾ. അപ്പം ആ സിനിമകളിൽ നിന്നും ഇവർക്ക് പേടിയായിപ്പോയി. ഏത് സിനിമയും അവരങ്ങനെ കാണാൻ തുടങ്ങി. ഇപ്പോൾ അതായത് പ്രൊഡക്ഷൻ്റെ സിനിമകൾ വന്നാൽ പോലും ആ സിനിമ ചെയ്ത പ്രൊഡ്യൂസറിൻ്റെ സിനിമ എടുത്തപ്പോൾ അയ്യോ 20 dB കുറച്ചങ്ങ് വയ്ക്കും. അപ്പോൾ പിന്നെ ഒന്നും കേൾക്കില്ല. നമ്മൾ എന്ന പ്രശ്നം എവിടെ പ്രശ്നം വരുന്നത് വെച്ചാൽ there are people who is doing ഭയങ്കര പക്ക സെൻസ്ഫുള്ളായിട്ട് ചെയ്യുന്ന സിനിമ ആൾക്കാർക്ക് അത് ഭയങ്കര അടിയാണ്. നമ്മൾ അൺസ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് നമ്മളെയും കൂടെ മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പം തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നത് ലെവലില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കാറിൻ്റെ അത് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വോളിയം കൺട്രോൾ ഉണ്ട്, നിങ്ങൾ കൂട്ടിയാൽ പോരെ. നിങ്ങൾ എന്തിനാ എന്നെ കൂട്ടി ലെവൽ കൂട്ടിപ്പിക്കുന്നത്? ഇത് ചോദിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു. ഞാനിത് ഇവരെ വലിയ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ പോലും എൻ്റെ അടുത്ത് അവസാനം വന്നിട്ട് സാർ അടുത്ത പടത്തിൽ ലെവലൊരു 4 dB കൂട്ടി വെച്ചു കേട്ടോ. അതിൻ്റെ അടുത്ത് പറയാത്ത ഒരാൾ പോലും ഇല്ല ഇന്നേ വരെ. ഐ വിൽ ടെൽ യു സംതിങ് ഫ്രം ദ ഇൻഡസ്ട്രി. എന്നെ ഇന്നേ വരെ ഒരാൾ പോലും ലൗഡായി എന്ന് പറഞ്ഞ് ഒരാളും എന്നെ ഇന്നുവരെ വിളിച്ചിട്ടില്ല. ലെവൽ കുറഞ്ഞു പോയി എന്നല്ലാതെ ഇതേ വരെ എനിക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഞാൻ ചില പടങ്ങളൊക്കെ ഭയങ്കര മാസീവ് ലൗഡായിട്ട് ചെയ്ത സിനിമകൾ കലക്കി കേട്ടോ, അവിടെ ആൾക്കാർ ബോധം കെട്ട് വീഴുക സൗണ്ട് കേട്ടിട്ട് എന്നുവെച്ചാൽ അങ്ങനത്തെ ഉണ്ടായിട്ട്. പക്ഷേ ആൾക്കാർ വിളിച്ചിട്ട് തിയേറ്റർ സാർ സബ്ബൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ഓഫീസ് റൂം വരെ വിറച്ചു. ഓക്കെ, ദിസ് ഈസ് വാട്ട് യു നീഡ്. ഓർ ലൈക്ക് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്ന വിചാരിച്ചിരിക്കുന്ന സിനിമകൾ എന്നെ ആരും വിളിക്കാറില്ല. സർ ലെവൽ കുറഞ്ഞു പോയെന്നൊരു സംശയം. സോ ദിസ് ആറ്റിറ്റ്യൂഡ് ഷുഡ് ചേഞ്ച് ഫസ്റ്റ്. ആറ്റിറ്റ്യൂഡ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് കൂടുതലും ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നല്ല.
ഓഡിയൻസിന് വളരെ കൃത്യമായിട്ട് അവർ ഈ സറൗണ്ടിൽ സൗണ്ട് വന്നാലേ നല്ല മിക്സിങ് ഉള്ളൂ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അതല്ല, സറൗണ്ടിൽ സൗണ്ട് വയ്ക്കുന്നത് ഒരു ഓർണമെൻ്ററിയാണ്. സിനിമയുടെ എൻ്റയർ ഷുഡ് ഹാപ്പൻ ദെയർ. നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല സറൗണ്ടിൽ. നമുക്ക് ഇമേഴ്സീവ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അകത്ത് നമ്മൾ സിനിമയ്ക്കകത്തോട്ട് മുഴുകാനായിട്ടുള്ള ഒരു ഓർണമെൻ്റാണ് സറൗണ്ട്. ഇറ്റ്സ് നോട്ട് സംതിങ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ളൊരു സാധനമല്ല. അപ്പോൾ സറൗണ്ടിൽ സൗണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് റോങ് കോൺസെപ്റ്റാണ്. അപ്പോൾ തിയേറ്റർ ഓണേഴ്സാണ് ഇത് പലപ്പോഴും എന്ത് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ട് മാത്രം കൂട്ടി വയ്ക്കും. സോ ദാറ്റ് ഈസ് നോട്ട് മെൻറ്റ് ടു ഡു ദാറ്റ് വേ. ഇതിനൊരു കാലിബ്രേഷൻ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കാലിബ്രേഷൻ ചെയ്ത് വെച്ച തിയേറ്ററിലാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ചെയ്തെന്താ അത് കിട്ടും. പക്ഷേ ഇതല്ല, ദേ സ്ക്രൂ അപ്പ്. തിയേറ്ററുകാർ തന്നെ വിചാരിക്കും, ഓക്കെ കഴിഞ്ഞ പടത്തിന് സെൻറ്റർ ട്രാക്ക് കുറച്ച് കുറവായിരുന്നു, ഡയലോഗ് കുറവായിരുന്നു, അതുകൊണ്ട് സെൻറ്റർ ട്രാക്ക് മാത്രം കൂട്ടി വയ്ക്കുക. സി മൈ എൻ്റയർ ബാലൻസ് ഈസ് ഗോൺ. ഡയലോഗ് മാത്രം കുഴിച്ചു നിന്ന് കഴിഞ്ഞാൽ ബാക്കി അതിനനുസരിച്ച് ഞാൻ ബാക്കിയുള്ളതെല്ലാം പോസ്റ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പോവും. ഇപ്പോൾ സറൗണ്ട് മാത്രം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ദ എൻ്റയർ ഫ്രണ്ട് സ്റ്റേജ് വിൽ യു ഫീൽ വിത്ത് വെരി ലോ, സറൗണ്ട് ഇസ് ഹൈ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്ത് ഇവിടുന്ന് സൗണ്ട് വരുന്നു. പക്ഷേ അവിടെ അങ്ങനെ കേൾക്കണ്ട, ഇതാണ് കറക്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കൂട്ടിയാൽ കംപ്ലീറ്റ്ലി പോയില്ലേ? സോ ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് എന്ന് മാറുന്നു അന്നേ നമുക്ക് ധൈര്യമായിട്ട് ഇംഗ്ലീഷുകാർ, നിങ്ങൾ ചോദിച്ചില്ലേ, അവർ മിക്സ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ലെവലിലാണ്. ദേ ഡോണ്ട് കെയർ, ദേ വിൽ കീപ് ഇറ്റ് അറ്റ് 7, ദേ മിക്സ് ഇറ്റ്, ദേ വിൽ ക്രിയേറ്റ് ഡൈനാമിക്സ്. ഈ സബ് എന്ന് പറയുന്ന സാധനമല്ലേ, ലോ ആൻഡ് ബും എന്ന് പറഞ്ഞാൽ ഈ സബിൻ്റെ യൂസേജ് ഇംഗ്ലീഷുകാർ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന മിക്സസ് എൻ്റയർ പടത്തിൽ 6 or 7 സ്ഥലത്തേ ഉണ്ടാവുള്ളൂ സബ്. നമ്മുടെ സൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യണം ഫ്രം ദ ഫസ്റ്റ് ഫ്രെയിം ടു ദ ലാസ്റ്റ് ഫ്രെയിം. സബ് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന ജോലി തന്നെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ റീസൺ എനിക്കൊരിക്കലും അതിനുള്ളൊരു അവസരം ചെയ്യാനായിട്ട് അവസരം ആരും എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ട്രൂത്ത്. വേർ ദ ഇമ്പാക്റ്റ് ഈസ് നീഡഡ്, ഓവർ ദെയർ യു നീഡ് എ എക്സ്ട്രാ ചാനൽ ടു ഗിവ് യു ദാറ്റ് ഇമ്പാക്ട്. ഒരു എക്സ്പ്ലോഷൻ, ഒരു പടത്തിൽ എക്സ്പ്ലോഷൻ ഉണ്ട്, ദാറ്റ് ഷുഡ് ബി ദ ലൗഡസ്റ്റ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ വി നീഡ് ടു പ്ലാൻ, വി നീഡ് ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് എ ലൗഡസ്റ്റ് പോയിൻറ്റ്. സോ എൻറ്റയർ മൂവി ഷുഡ് ബി അണ്ടർ ദ എക്സ്പ്ലോഷൻ. So this is our loudest area. So your theatre will just jump with that impact എന്ന് പറയുന്നൊരു സാധനം നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ഇത്രയേ ഉള്ളൂ മുറി. ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലില്ല. അപ്പോൾ ഇവിടെ തുടക്കം മുതൽ ഇത്രയും ലെവലിൽ വന്നിട്ട് ഈ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. Your ears are tuned to that loudness. So when you are sitting like this, everything is soft. Your ears will be tuned to that loudness. You will try to get into it. Suddenly the impact comes, you will be like, oh, അതാണ് അതിൻ്റെ ഡിഫറൻസ്. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ the theatre calibration should be perfect, everything should be perfect. First of all, the director should have that vision. അത്ര സൗണ്ട് വൊക്കാബുലറി ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്ത ഫിലിം മേക്കേഴ്സ് ഉണ്ടാവില്ല. അവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കൊളാബറേഷൻ? ഇപ്പോൾ പല ഡയറക്ടേഴ്സിനും ഇപ്പോൾ സൗണ്ടിനെ കുറിച്ച് ധാരണയോട് കൂടിയാണ് ഇപ്പോൾ വരുന്ന ഡയറക്ടേഴ്സൊക്കെ വരുന്നത്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പലരും ഒരു റെഫറൻസസ് ഉണ്ടാവും അവർക്ക്, ഇന്ന പടം പോലെ ഇരിക്കണം എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പലപ്പോഴും വരാറ്. ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു കന്നഡ ഡയറക്ടറുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ലേ, അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേണിൽ ഭയങ്കര സ്മൂത്തായിട്ട് പുള്ളിയുടെ സിനിമ ഞാൻ മിക്സ് ചെയ്ത് ഫസ്റ്റ് ഡേ കേൾപ്പിച്ചപ്പോൾ പുള്ളി, സാർ ഒന്നുമില്ലല്ലോ സാർ. അപ്പോൾ ഞാൻ പറഞ്ഞേ ബാംഗ്ലൂർ ഡേയ്സ് സാർ, അത് ബാംഗ്ലൂർ ഡേയ്സ് സാർ, ഇത് മാസ് സാർ. ഫുൾ ഒച്ചപ്പാട്. പിന്നെ ഓക്കെ ഫൈൻ, പിന്നെ എനിക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മേക്കിംഗ് നോയ്സ് ഈസ് വെരി ഈസി. യു നീഡ് ടു കീപ്പ് എവറിത്തിങ് ലൗഡ്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മറ്റേത് ഇതിൻ്റെ ലെവൽ ഇത്രയും വേണ്ട, കുറച്ചൊന്ന് കുറയ്ക്കുക, ഇത് ഇത്രയും വേണ്ട കൂട്ടി, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ഒരുപാട് മേജർ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ഓരോ സൗണ്ടും ഇതിൻ്റെ സൗണ്ട്, ഇത് മറ്റേത് എന്താ റെക്കോർഡ് ചെയ്താൽ വെച്ചാൽ മതി, മൊത്തം ലൗഡായിട്ടൊക്കെ കേൾക്കും. നോബഡി കെയർസ്. മറ്റു ഡിസൈനേഴ്സായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വേറെ സിനിമകൾക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസ് കൊടുക്കുക, ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഏതാണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ട് സൗണ്ട് റിക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ പഴയ സിനിമകൾ ചെയ്ത ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്തത്, അങ്ങനെയുള്ള കൊളാബറേഷൻ. ഡെഫിനറ്റ്ലി ഇതൊരു കമ്മ്യൂണിറ്റി അല്ലേ.
ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ കോൾ എന്താ ഇതെങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ എമ്പുരാനിൽ ഒരു ടയറിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഉണ്ട്. ടയർ ബ്ലാസ്റ്റ് വന്നിട്ട് ഇറ്റ് വാസ് സൗണ്ടിങ് ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് രംഗനാഥ് രവി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അതെങ്ങനെയാണ് ചെയ്തത്. ലൈക്ക് ഇറ്റ് ഇസ് അപ്പം നമ്മളതിൻ്റെ ടെക്നിക്കൽ സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതേപോലെ ഇപ്പോൾ ഈ ഗൺസ് ഇല്ലേ, ഇപ്പോൾ ഗൺസിൻ്റെ സൗണ്ട് പല ഗൺ ഇപ്പം സ്റ്റോക്കായിട്ട് ഗൺസിന് കുറച്ച് സൗണ്ട്സ് ഉണ്ടാകും. പക്ഷേ പല ഗൺസിനും പല രീതിയിലുള്ള സൗണ്ട്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഗൺസിൻ്റെ ഒറിജിനൽ സൗണ്ട് അല്ലല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സിനിമയിൽ യൂസ് ചെയ്തപ്പോൾ ഗണ്ണിൻ്റെ ഒറിജിനൽ സൗണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സൗണ്ട് എന്ന് ചോദിക്കും. നേരത്തെ പഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സിനിമാറ്റിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് വി നീഡ് ടു ഗീവ് സംതിങ് എക്സ്ട്രാ. എപ്പോഴും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗണ്ണിൻ്റെ സൗണ്ട് ഇപ്പോൾ ചെറിയ ഷോർട്ട് ഹാൻഡ് ഗണ്ണിന് ടപ്പ് എന്നൊരു സൗണ്ടേ വരുള്ളൂ. അപ്പോൾ അതിന് വേറെ ലെയേഴ്സ് ആഡ് ചെയ്ത് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സൗണ്ടാണ്. മറ്റേ ഹാൻഡ് ഗണ്ണിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾ വരുന്നത് ചില പടങ്ങളിൽ മറ്റേ ഷോർട്ട് ഗണ്ണിൻ്റെയൊക്കെ സൗണ്ട് എടുത്ത് ഇതിൽ ആഡ് ചെയ്ത് വിടുന്നതാണ്. കാരണം അത് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എന്നാലും there will be multiple layers of sound to give the impact. So only idea is to give the audience a fear when shooting happens. പൊട്ടാസോടി പൊട്ടുന്ന ടിപ്പ് എന്ന് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഫിയർ ഫാക്ടർ ഉണ്ടാവില്ല. ദ ഓഡിയൻസ് ഷുഡ് എലിവേറ്റ് ചെയ്യണം. അപ്പോൾ അത് മാത്രമാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ എങ്ങനെ ആ എലിവേഷൻ ഉണ്ടാക്കുമോ അതിനൊക്കെ യു ആർ ഫ്രീ ടു യൂസ് എനിത്തിങ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കാണുന്നത് ഇപ്പോൾ ഈ കിണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ഏതെങ്കിലും ലൈക്ക് പാഷനേറ്റ് ഇങ്ങനെ ചോദിക്കാറൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിപ്പോൾ ഈ ചിന്താഗതികൾ ആൾക്കാർക്ക് വരുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ചിന്താഗതികൾ വരുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഒപ്പമല്ല പ്രിയദർശൻ്റെ പടത്തിൽ ഒരു മറ്റേ അറബി ഒട്ടകവും അതിൻ്റെ അകത്ത് മറ്റേ ഡെസേർട്ടിൽ പോയിട്ട് വർക്ക് ചെയ്ത് രണ്ടുപേരും സംസാരിക്കും. ഇവർ രണ്ടുപേരും കൂടെ ബഹളം വയ്ക്കുന്നൊരു സീനുണ്ട്. ലാലേട്ടനും മുകേഷും കൂടെ ബഹളം വയ്ക്കും. ആ സീക്വൻസ് അവിടെ ഞാൻ മിക്സ് ചെയ്തിട്ട സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് എക്കോ വേണമെന്ന് പറഞ്ഞു. പ്രിയദർശൻ പറഞ്ഞ ഡിലേ വേണം. ഞാൻ പറഞ്ഞു ഡെസേർട്ടല്ലേ എക്കോ ഇടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇട്ടില്ല ആദ്യം. ഇല്ലടാ അതിട് അതിനൊരു ഫീൽ. അപ്പോൾ ഈ വൈറ്റ് ഷോട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എനിക്ക് കുറച്ചുകൂടെ ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ടു. എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചു. മറ്റേ ആരോ റാൻഡംലി ഒരാൾ ഫോണിലല്ല മറ്റേ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു നിങ്ങൾ മരുഭൂമി പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അവിടെ എക്കോ വരില്ല അറിയോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാശാനെ ആ സീൻ്റെ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഞാനത് പ്രീമാൻ ചിരിച്ചു. ഹി വാസ് ലിറ്റ്സ് ലാഫിങ്. ബട്ട് ഇത് അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ചിലവർക്ക് അത് വർക്കൗട്ട് ആവണമെന്നില്ല. ചിലവർക്ക് ഈ പറയുന്ന പോലെ തിരിച്ചും ചോദിക്കും. ചിലവർക്ക് ഇപ്പം ഇടിക്ക് ഇമ്പാക്റ്റ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ചില പടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വളരെ നാച്ചുറലായിട്ട് ഇടി വയ്ക്കുമ്പോൾ എന്തോ നാശമാണ് ഇടിയൊക്കെ മറ്റേ പടത്തിൽ പോലെ വരണ്ടേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പബ്ലിക്കായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫോട്ടോ ഇടുമ്പോൾ അടിയിൽ വന്ന് തെറി വിളിക്കും, ഇതിലെ ഇടി ശരിയായില്ല അങ്ങനെയൊക്കെ പറയുന്നത്. Sound, no. Actually, see, it is enjoying. Only we need to be there. Like നമ്മൾ അങ്ങനത്തെ സിനിമകൾ നമുക്ക് കിട്ടണം. നമ്മൾ അങ്ങനത്തെ സിനിമയുടെ ഭാഗമാവണം. നമ്മളെ ശ്രദ്ധിക്കപ്പെടുമ്പോഴത്തേക്ക് ഇപ്പോൾ തിങ്സ് ആർ ഡിഫറെൻറ്റ്. എനിക്ക് 26 വർഷത്തെ എൻ്റെ പറയുകയാണെങ്കിൽ ഒരു 15 വർഷവും ആരും നമ്മളെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു പടം കിട്ടി. കാന്താര എന്ന് പറഞ്ഞൊരു പടം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നമ്മൾ ചെയ്തതൊക്കെ ശ്രദ്ധിച്ചു, അതിനപ്പുറമുള്ളത് ശ്രദ്ധിച്ചു.